നിഷാസ് എഡ്യൂക്കേഷൻ ഹബിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റിയുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റിനോടനുബന്ധിച്ചുള്ള അഡ്മിഷൻ ഇന്നത്തോടുകൂടി അവസാനിക്കുന്നതാണ്. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്പോട്ട് അഡ്മിഷനാണ്. സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിലും ഫില്ലാകാതെ സീറ്റുകൾ വരികയാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്പോട്ട് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. സ്പോട്ട് അഡ്മിഷനുകളിൽ ഏകദേശം ഒഴിവുകളെല്ലാം തന്നെ ഫില്ല് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇനി വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് പല റിസർവേഷനുകളിലേക്കും ആളുകൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സീറ്റുകൾ ഒഴിവാകുന്നെങ്കിൽ മാത്രമേ സീറ്റ് വേക്കൻ്റ് ആയിട്ട് വരാനായിട്ട് സാധ്യതയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. സ്പോട്ട് അഡ്മിഷൻ യൂണിവേഴ്സിറ്റി നേരിട്ട് തന്നെ ആയിരിക്കും നടത്തുന്നത്. കഴിഞ്ഞ തവണ നടത്തിയതുപോലെ എല്ലാവർക്കും എത്താൻ കഴിയുന്ന ഏതെങ്കിലും ഒരു കോളേജിൽ വെച്ചിട്ട് സ്പോട്ട് ഡേറ്റ് വരും. പക്ഷേ കുറച്ച് താമസം എന്തായാലും ഉണ്ടാവും. കാരണം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് മാത്രമാണ് സ്പോട്ടിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു കാലതാമസം നമുക്ക് നേരിടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നിട്ടും മാറാതെയും അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ജോയിൻ ചെയ്യാതെയും ഒക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിലും സ്പോട്ടിൽ പങ്കെടുക്കാം. സ്പോട്ട് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ അയച്ചവർക്കും ചിലപ്പോൾ ആപ്ലിക്കേഷൻ ഇതുവരെ അയക്കാൻ കഴിയാതിരുന്നവർക്കും ഒക്കെ തന്നെ അവസരം നൽകിക്കൊണ്ടാണ് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും യൂണിവേഴ്സിറ്റിയുടെ സ്പോട്ട് ഉണ്ടാവുകയെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി സ്പോട്ട് അഡ്മിഷൻ മാത്രമാണ് ഏക പ്രതീക്ഷ എന്നറിയാം. അതുകൊണ്ട് തന്നെ ഇതുവരെയും അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്ന് കരുതുന്നവർ അത് സ്പോട്ടിൽ പോയാലും മെറിറ്റ് ബേസിൽ, അതായത് റാങ്കിനനുസരിച്ച് മാർക്ക് ബേസ് ചെയ്തിട്ട് തന്നെയാണ് അഡ്മിഷൻ നടക്കുന്നത്. അതുകൊണ്ട് മാർക്ക് വളരെ കുറഞ്ഞവർ ഇപ്പോഴും മാനേജ്മെൻറ്റ് സീറ്റുകൾ വളരെ എണ്ണത്തിൽ കുറവാണെങ്കിൽ തന്നെയും മാനേജ്മെൻറ്റ് സീറ്റുകൾ പല കോളേജുകളിലും അവൈലബിൾ ആണ്. സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ കോൺടാക്ട് ചെയ്ത് മാനേജ്മെൻറ്റ് സീറ്റ് ഉറപ്പിക്കാവുന്നതാണ്. അതിന് ഇനിയും ഒരു 2-3 ആഴ്ച കൂടി നമുക്ക് രജിസ്റ്റർ ചെയ്യാനും അതിനുമൊക്കെയുള്ള അവസരങ്ങളുണ്ട്. ആ ഒരു അവസരം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക.